UDF മന്ത്രിസഭയുടെ ആദ്യ നിയമസഭാ സമ്മേളനം നാളെ. ആദ്യ ദിനം MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. മറ്റന്നാൾ സ്പീക്കർ തെരഞ്ഞെടുപ്പും ഉണ്ടാകും. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനവും നിയമസഭയിൽ നടക്കും. അതേസമയം പ്രോട്ടേം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇന്ന് ലോക്ഭവനിൽ നടക്കും. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, പ്രോട്ടേം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ ഇന്നാണ് ലോക്ഭവനിൽ നടക്കുന്നത്. പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത് നമുക്കറിയാം മുതിർന്ന CPM നേതാവായിരുന്ന, പിന്നീട് UDF പിന്തുണയോടെ അമ്പലപ്പുഴയിൽ നിന്നും വിജയിച്ച G. സുധാകരനാണ് പ്രോട്ടേം സ്പീക്കർ. അപ്പോൾ ഏറെ കൗതുകമുണ്ട്. നിയമസഭാ സമ്മേളനത്തിന് നാളെ ചേരുകയാണ്. MLA-മാർ പ്രോട്ടേം സ്പീക്കറുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം, പ്രത്യേകിച്ചും സുധാകരൻ്റെ രാഷ്ട്രീയ നീക്കത്തെ ചെറ്റത്തരമെന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. അങ്ങനെ വിശേഷണത്തിന് വിധേയനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ വേണം പിണറായി അടക്കമുള്ള ആളുകൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ. അങ്ങനെ കൂടി ഒരു കൗതുകമുണ്ടല്ലോ ശാലിനി. വിനോദം, അതാണ് ഇന്നിപ്പോൾ 9:15 ആയിരിക്കുന്നു. 9:30 കൂടിയാണ് ലോക്ഭവനിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക വേദിയിൽ പ്രോട്ടേം സ്പീക്കറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. ലളിതമായ ചടങ്ങായിരിക്കും. ഗവർണർ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ലോക്ഭവനിലേക്ക് പോയിട്ടുമുണ്ട്. വിനോദം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾക്ക് നാളെ നിയമസഭയ്ക്കകം വേദിയാകുമെന്നുള്ളതിൽ സംശയമില്ല. വിനോദം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോട്ടേം സ്പീക്കറായി G. സുധാകരൻ ഇന്നിപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. ഏറ്റവും മുതിർന്ന അംഗം എന്ന നിലയിലാണ് അദ്ദേഹം ഈ ചുമതല ഏറ്റെടുക്കുന്നത്. നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. UDF സർക്കാരിൻ്റെ 10 വർഷം പ്രതിപക്ഷ കസേരയിലിരുന്ന് പ്രതിപക്ഷമായിരുന്ന് നിരവധി പ്രതിഷേധങ്ങൾ, നിരവധി അടിയന്തര പ്രമേയങ്ങളൊക്കെ അവതരിപ്പിച്ച പലരും ഇന്ന് മന്ത്രിയായും മുഖ്യമന്ത്രിയായൊക്കെ നാളെ നിയമസഭയിലേക്ക് എത്തുകയാണ്. നാളെ നിയമസഭയിൽ രാവിലെ 9 മണിയോടുകൂടി പ്രോട്ടേം സ്പീക്കറുടെ നേതൃത്വത്തിൽ അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്ത് MLA-മാർ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കും. അങ്ങനെ MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ മാത്രമാണ് നാളെ നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമായി 13ാമത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നാളെ നിയമസഭയിലേക്ക് എത്തുന്നത്. മറ്റന്നാളാണ്. നാളെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞാൽ സഭ പിരിയും. മറ്റന്നാൾ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കുകയും ചെയ്യും. ശേഷം സഭ പിരിയുമെന്നുള്ളതാണ് നിലവിലെ സഭാ കലണ്ടർ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് വീണ്ടും സഭ ചേരുന്നത് 29-ാം തീയതിയാണ്. ഈ മാസം 29-ാം തീയതി ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് സഭ ചേരുന്നത്. അന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകും. എന്തായിരിക്കും കേരളത്തിലായി കാത്തുവെച്ചിരിക്കുന്നത് UDF സർക്കാർ എന്നതടക്കമുള്ള അവരുടെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളുണ്ടോ, അങ്ങനെ വിവിധ കാര്യങ്ങൾ സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സഭാ സമ്മേളനത്തിനുള്ള എല്ലാ രീതിയിലുള്ള ശുപാർശകളും മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും VD സതീശിന്റെ ഭാഗത്തു നിന്നും ലോക്ഭവനിൽ എത്തിച്ചിട്ടുണ്ട്. അതിന് അംഗീകാരവും ലോക്ഭവൻ നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇനി സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് നാളെ ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾക്ക് നമ്മൾ വേദിയാകുമെന്ന് പറഞ്ഞതുപോലെ G. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം CPM-നോട് കടുത്ത അമർഷം രേഖപ്പെടുത്തുകയും അദ്ദേഹം പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെ വിമർശിച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചൊല്ലാൻ പോകുന്നത്, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് G. സുധാകരനാണ് എന്നുള്ളതാണ്. അപ്പോൾ നാളെ അദ്ദേഹം സഭയിലേക്ക് എത്തുമോ എന്നൊക്കെയുള്ള ചില ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുകയും ചെയ്യുന്നുണ്ട്. കാരണം പല ഘട്ടങ്ങളിലും മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിക്കുകയും പകരക്കാരനെ നിയമസഭയ്ക്കുള്ളിൽ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കൗതുകകരമായിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. എന്തായാലും UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം, സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ഇന്ന്, പതിവ് മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നു. തൊട്ടു പിന്നാലെ നാളെ സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷമായി നിന്ന് ആളുകൾക്ക് മുൻപിലേക്ക് ഭരണപക്ഷമായി എത്തുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നടപടികളായിരിക്കും ഇനി മറ്റുള്ളവർ സ്വീകരിക്കാൻ പോകുന്നത്, ഇപ്പോഴത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള CPM സ്വീകരിക്കാൻ പോകുന്നത്, LDF സ്വീകരിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 3 BJP MLA-മാർ കൂടി നാളെ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുകയാണ്, ചുമതല ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് കൗതുകകരമായിട്ടുള്ള സംഭവങ്ങൾക്ക് വേദിയാവുകയാണ് നാളെ നിയമസഭ മന്ദിരം, ഒപ്പം തന്നെ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഹോളും കൂടി. വ്യക്തമാണ്. ഏറെ കൗതുകകരമായ കാഴ്ചകൾക്കാണ് നാളെ നിയമസഭ സാക്ഷ്യം വഹിക്കുക. പ്രോട്ടേം സ്പീക്കറുടെ മുമ്പിൽ എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യും. സ്റ്റാലിൻ സൂചിപ്പിച്ചതുപോലെ കേരള ചരിത്രത്തിൽ ആദ്യമായി 3 BJP MLA-മാർ നാളെ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷം കൂടി നാളെ ഉണ്ടാകുമെന്നുള്ളതാണ്.